നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലുവയിൽ നിന്ന് കാണാതായ 12-കാരിയെയും സുഹൃത്തിനെയും മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിക്കെതിരെ പോക്സോ ചുമത്തി കേസെടുത്തു. കൊല്ലം ഓച്ചിറ ക്ലാപ്പന സ്വദേശിയായ അഭിജിത്ത് എന്ന 25 വയസ്സുകാരനായാണ് ആലുവ വെസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. പെൺകുട്ടിയെ ലൈംഗിക താല്പര്യത്തോടുകൂടി സ്പർശിച്ചു എന്ന വകുപ്പുകൾ പ്രാഥമിക അന്വേഷണത്തിന് പിന്നാലെ ഇയാൾക്കെതിരെ ചുമത്തുകയായിരുന്നു. പെൺകുട്ടിയുമായി മാസങ്ങളായി അടുപ്പത്തിലായിരുന്ന പ്രതി കുട്ടിയുമായി ഡൽഹിയിലേക്ക് കടക്കാൻ ശ്രമിക്കവെയാണ് പൂനെയിൽ വെച്ച് പോലീസിന്റെ പിടിയിലാകുന്നത്. വ്യാഴാഴ്ച രാവിലെയോടുകൂടി ഇരുവരെയും ആലുവയിൽ എത്തിച്ചു. എന്തായാലും ഈ ആലുവ സ്ക്വാഡാണ് ഇവർക്ക് പിന്നാലെ സഞ്ചരിക്കുകയും ഇവരെ പിടികൂടുകയും ചെയ്തത്. വീട്ടിൽ നിന്നും നോട്ട്ബുക്ക് വാങ്ങാനായി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന കള്ളം പറഞ്ഞാണ് അമ്മയുടെ മൊബൈൽ ഫോണും എടുത്തുകൊണ്ട് ഈ പെൺകുട്ടി പോയത്. സുഹൃത്തിന്റെ വീട്ടിലെത്തുകയും നോട്ട്ബുക്ക് വാങ്ങുകയും ചെയ്തു. പിന്നെ യാതൊരുവിധ വിവരവും ഈ കുട്ടിയെക്കുറിച്ച് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിടിയിലായ അഭിജിത്തിന് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് ആലുവ റൂറൽ SP സുദർശൻ S അറിയിച്ചു. കുടുംബവുമായി അകന്നു കഴിയുന്ന ഇയാൾ മുനമ്പം ചെറായി ഭാഗങ്ങളിൽ ഐസ്ക്രീം കച്ചവടം നടത്തി വരികയാണ്. 2023 ഇയാൾക്കെതിരെ കൊല്ലത്ത് ലഹരി കേസ് നിലവിലുണ്ടായിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. കൊച്ചിയിൽ വെച്ചുള്ള ബസ് യാത്രക്കിടെയാണ് അഭിജിത്ത് പെൺകുട്ടിയുമായി ആദ്യമായി സംസാരിക്കുന്നതും തന്റെ ഇൻസ്റ്റഗ്രാം ID കൈമാറി പരിചയപ്പെടുന്നതും. പിന്നീട് ഇവർ ഇൻസ്റ്റഗ്രാം വഴി ബന്ധം തുടരുകയായിരുന്നു. കഴിഞ്ഞ ജൂലൈ 25 ശനിയാഴ്ചയാണ് പെൺകുട്ടിയെ കാണാതാകുന്നത്. കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങാനെന്നും പറഞ്ഞ് ആലുവയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പെൺകുട്ടി വൈകുന്നേരമായിട്ടും തിരിച്ചെത്തിയില്ല. തുടർന്ന് രാത്രി 8:30യോടുകൂടിയാണ് കുട്ടി വീട്ടിലില്ല എന്ന വിവരം വീട്ടുകാർ തിരിച്ചറിയുന്നത്. രാത്രി 10 മണിയോടെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആലുവ DYSP ബാബുക്കുട്ടന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. വീട് വിട്ടിറങ്ങിയപ്പോൾ പെൺകുട്ടി വല്യമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും കൂടെ കരുതിയിരുന്നു. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായതിനാൽ തുടക്കത്തിൽ സൈബർ സെല്ലിന് ലൊക്കേഷൻ കണ്ടെത്താൻ സാധിച്ചില്ല. തുടർന്ന് പെൺകുട്ടിയുടെ സഹപാഠികളെയും കൂട്ടുകാരെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് നിർണായക സൂചന ലഭിക്കുന്നത്. ഒരു സഹപാഠി കാണിച്ചു കൊടുത്ത ഇൻസ്റ്റഗ്രാം ഫോട്ടോയിൽ നിന്നാണ് കുട്ടിക്കൊപ്പം ഓച്ചിറ സ്വദേശിയായ അഭിജിത്താണ് ഉള്ളതെന്ന് പോലീസ് തിരിച്ചറിയുന്നത്. പിന്നാലെ തന്നെ ഇതിനിടെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓൺ ആക്കുന്നതായി പോലീസ് കണ്ടെത്തി. അന്വേഷണ സംഘം പ്രതിയുടെ ഇൻസ്റ്റഗ്രാം IDയിലേക്ക് വ്യാജ സന്ദേശം അയച്ചാണ് ലൊക്കേഷൻ കൃത്യമായി ട്രാക്ക് ചെയ്തത്. ഫോൺ ലൊക്കേഷൻ പരിശോധിച്ചപ്പോൾ കാസർഗോഡ്, മംഗലാപുരം, ഗോവ, മുംബൈ വഴി ഇവർ സഞ്ചരിക്കുന്നതായി വ്യക്തമായി. മുംബൈയിലെ താനെ, അധേരി, ധാരാവി, ചേരി പ്രദേശങ്ങൾ അടങ്ങിയ ഇടങ്ങളിലേക്ക് ലൊക്കേഷൻ കാണിച്ചതോടുകൂടി കേരള പോലീസ് ഉടൻ തന്നെ മുംബൈ പോലീസുമായി ബന്ധപ്പെടുകയും ഇരുവരുടെയും വിവരങ്ങൾ അടങ്ങിയ ഈ ക്രൈം കാർഡ് കൈമാറുകയും ചെയ്തു. എന്നാൽ ഉടൻ തന്നെ ഇരുവരും തിരിച്ചുള്ള യാത്രയിലാണെന്ന് പോലീസിന് ലൊക്കേഷനിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. പൂനെയിലെത്തിയ ഇവർ ഡൽഹിയിലുള്ള ഒരു ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്തിന്റെ സഹായത്തോടെ അങ്ങോട്ട് കടക്കാൻ പദ്ധതിയിട്ടിരുന്നതായാണ് മനസ്സിലാകുന്നത്. സുഹൃത്ത് വാഗ്ദാനം ചെയ്ത സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത്. തുടർന്ന് വേർ ഈസ് മൈ ട്രെയിൻ ആപ്പിലൂടെ ട്രെയിനിന്റെ തത്സമയ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത കേരള പോലീസ് മഹാരാഷ്ട്ര പോലീസിന്റെ സഹായത്തോടെ 4-അംഗ അന്വേഷണ സംഘത്തെ ട്രെയിനിലേക്ക് അയച്ചു. പൂനെ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോൾ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി തിരച്ചിൽ നടത്തിയ പോലീസ് സംഘം പെൺകുട്ടിയെയും അഭിജിത്തിനെയും അതിസാഹസികമായി കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. 6 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് പ്രതി പിടിയിലായത്. വ്യാഴാഴ്ച രാവിലെയോടുകൂടി ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. പെൺകുട്ടിക്ക് കൗൺസിലിംഗ് അടക്കമുള്ള വൈദ്യസഹായങ്ങൾ നൽകി വരികയാണെന്നും ഇവർക്ക് ഡൽഹിയിൽ സഹായം വാഗ്ദാനം ചെയ്ത ഇതര സംസ്ഥാനക്കാരനായ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടെന്നും റൂറൽ SP വ്യക്തമാക്കിയിട്ടുണ്ട്.